ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. LDCയിലും LGSനും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, ആ മാതൃകാ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം 15 × 21 = 52, 81 × 24 = 88 എങ്കിൽ 23 × 31 എത്ര? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 36, 53, 54, 63 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നിരിക്കുന്നതാണ് 15 × 21 = 52 എന്നാണ് അല്ലേ. അപ്പോൾ 15 എന്ന് പറയുന്നത് എന്താണ്? 15-നെ അതായത് 1 × 5, അതുപോലെ തന്നെ 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ 52 എന്ന് എഴുതിയിരിക്കും. 1 × 5 എത്രയാണ്? 5 തന്നെയാണ്. 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 2 തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ 5ഉം 2ഉം ചേർത്ത് എഴുതി. രണ്ടാമത്തെ എങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്? 81 × 24 = 88 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8 × 1 ചെയ്തപ്പോൾ 8 എന്ന് കിട്ടി. 2 × 4 ചെയ്തപ്പോഴും 8 എന്ന് കിട്ടി. അത് രണ്ടും ചേർത്ത് എഴുതിയിരിക്കണം. 88 എന്ന് എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? 23 × 31 ആണ് അല്ലേ. 2 × 3 എത്രയാണ്? 6 എന്ന് വരും. അതുപോലെ തന്നെ 3 × 1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 63. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 63 ആണ് ആൻസറായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് പൂർണ്ണസംഖ്യകളുടെ തുക 72 ആയാൽ താഴെ പറയുന്നവയിൽ അവയുടെ അനുപാതമാവാൻ സാധ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 4:5, 3:5, 4:3, 7:5 എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആൻസർ ചോദ്യം തന്നിരിക്കുന്നത് എന്താണ്? രണ്ട് പൂർണ്ണസംഖ്യകളാണ് അല്ലേ. പൂർണ്ണസംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, അതായത് രണ്ടും കൂടി കൂട്ടുന്ന തുക തന്നിട്ടുണ്ട്. 72 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് തുക തന്നിട്ടുള്ള എത്രയാണ്? 72 ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളവയെല്ലാം ഈ 72ൻ്റെ ഘടകമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആദ്യത്തെ നോക്കാം. 4:5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? 4ഉം 5ഉം കൂടി കൂട്ടുക, അത് 9 എന്ന് കിട്ടും. 9 72ൻ്റെ ഘടകമാണോ എന്ന് ചെക്ക് ചെയ്യാം. 9 72ൻ്റെ ഘടകമാണ്. 8 × 9 ചെയ്ത് കഴിഞ്ഞാൽ 72 എന്ന് കിട്ടും. അപ്പോൾ അത് എന്താണ്? 4:5 എന്നുള്ളത് ഘടകമാണ് എന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ എടുക്കുന്നു. 3:5 എന്ന് വരുന്നു. 3:5, 3ഉം 5ഉം കൂടി കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 8 നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 72ൻ്റെ ഘടകമാണ്. 8 × 9 ചെയ്ത് കഴിഞ്ഞാൽ 72 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ബിയും അത് ഘടകമാണ്. ഇനി മൂന്നാമത്തെ എടുക്കുന്നു. 4:3 എന്ന് എടുക്കുന്നു. 4ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 എന്ന് കിട്ടുന്നു. 7 72ൻ്റെ ഘടകമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 7 ഒരിക്കലും 72ൻ്റെ ഘടകമാവില്ല. 10 വന്നു കഴിഞ്ഞാൽ 70 എന്ന് വരും അല്ലേ. അപ്പോൾ 2 വന്നിരിക്കുന്നത്. അപ്പോൾ 72 ഘടകമല്ല. 4:3 ഘടകമല്ല. ഇനി വേണമെങ്കിൽ നമുക്ക് നാലാമത്തെ ചെയ്ത് നോക്കാം. ഡി എടുക്കുന്നു. ഈ നാലാമത്തെ എടുക്കുന്നത് 7:5 എന്നാണ് അല്ലേ തന്നിരിക്കുന്നത്. 7 + 5 ചെയ്ത് നമുക്ക് 12 എന്ന് കിട്ടും. 12 72ൻ്റെ ഘടകമാണോ? ഘടകമാണ്. കാരണം 6 × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്രയാണ്? 72 ആണ്. അതായത് 5 × 12 ചെയ്ത് കഴിഞ്ഞാൽ 60 എന്ന് കിട്ടും. 60 + 12, 6 × 12 ചെയ്താൽ നമുക്ക് കിട്ടുന്ന അത്രയാണ്? 72 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ്. 4:3 ആണ് ആൻസറായി വരുന്നത്. ബാക്കിയെല്ലാം 72ൻ്റെ ഘടകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെലിവിഷൻ്റെ പരസ്യവില 4000 രൂപയാണ്. 5% കിഴിവ് നൽകിയാൽ ടെലിവിഷൻ്റെ വിറ്റ വില എത്ര? ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിറ്റ വിലയാണ് അല്ലേ. അപ്പോൾ പരസ്യവില എത്രയാണ് തന്നിട്ടുള്ളത്? 4000 രൂപയാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3200, 3800, 3600, 3750 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. പരസ്യവില എത്ര തന്നിട്ടുള്ളത്? 4000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ശതമാനമാണ് കിഴിവ് തന്നിട്ടുള്ളത്? 5% കിഴിവിലാണ് വിറ്റ വില കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 5% നമുക്ക് എന്താണ് കിഴിവ് തന്നിട്ടുള്ളത്. അപ്പോൾ വിറ്റ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4000ൻ്റെ 5% കണ്ടുപിടിച്ചാൽ മതി. 4000ൻ്റെ 5% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വിറ്റ വില എത്രയാണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ 4000ൻ്റെ 5% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4000ൻ്റെ 10% കണ്ടുപിടിക്കുക. അതായത് 4000ൻ്റെ 10% കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഒരു സ്ഥാനം മാറ്റി കൊടുത്തിട്ടാൽ മതി. ഒരു 0 മാറ്റി കൊടുത്തിടുമ്പോൾ 400 എന്ന് കിട്ടും. 400ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5% കിട്ടും. ഓക്കെ, 4000ൻ്റെ കിട്ടുന്നത് എത്രയാണ്? ആദ്യം എന്ത് ചെയ്യുന്നു? 10% പറയുമ്പോൾ ഒരു പോയിന്റ് മാറ്റി കുത്തിയിടുന്നു, അതിൻ്റെ പകുതി എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 200 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4000 × 5/100 എന്നൊക്കെ എഴുതി ചെയ്യാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 200 എന്ന് നമുക്ക് എന്ത് കിട്ടി? 4000ൻ്റെ 5% എത്രയാണ്? 200 രൂപയാണ്. ഇനി അത് എന്ത് ചെയ്താൽ മതി? വിറ്റ വില. ഓക്കെ, വിറ്റ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4000 മൈനസ് ആ കിട്ടിയ 200 കുറച്ചാൽ മതി. അപ്പോൾ 4000ൽ നിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3800 കിട്ടും. ഓക്കെ, 4000ൽ നിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3800 രൂപ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ്, 3800 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കമ്പനിയിൽ 80 എഞ്ചിനീയർമാരുണ്ട്. ഇവർ ആകെ ജോലിക്കാരുടെ 40% ഉണ്ടെങ്കിൽ കമ്പനിയിൽ ആകെ എത്ര ജോലിക്കാരുണ്ട്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 120, 160, 180, 200 എന്നിങ്ങനെയാണ്.
ചോദ്യം തന്നെ ഒരു കമ്പനിയിൽ മൊത്തം 80 എഞ്ചിനീയർമാരാണുള്ളത്. അവർ എത്ര പേരാണ്? 40%. മൊത്തം ആൾക്കാരിൻ്റെ 40% ഈ എഞ്ചിനീയർമാരെന്ന് പറയുന്നത്. 40% പറഞ്ഞ എന്താണ്? 40/100 എന്നല്ലേ? 40 നമ്മൾ ശതമാനത്തിലാകുമ്പോൾ അതിനെ 40/100 എന്ന് വരും. ഓക്കെ, 100ലാണ് ശതമാനം കാണുന്നത്. അപ്പോൾ ആകെ ജോലിക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൊത്തം ഉള്ളത് ഇപ്പോൾ ഉള്ളത് എത്രയാണ്? എഞ്ചിനീയർമാർ 80 പേര്. 80 ഇൻറ്റു 100/40 ചെയ്താൽ മതി ആകെ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ 40% നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് എഴുതിയാൽ മതി. 100/40 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 40ഉം 80ഉം തമ്മിൽ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 40ൽ ഒരു 40 ഉണ്ട്, 80ൽ 2 40 ഉണ്ട്. ഓക്കെ, ബാക്കി വരുന്ന എത്രയാണ്? 2ഉം 100ഉം ആണ് വരുന്നത്. 2 ഇൻറ്റു 100 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 200 എന്ന് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 200 ജോലിക്കാരാണ് മൊത്തം ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ 25 NL സംഖ്യകളുടെ തുക എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 625, 325, 650, 450. അപ്പം എന്ത് ചെയ്യണം? തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n × n+1/2 എന്നാണ്. n × n+1/2 ആണ് തുക കണ്ടുപിടിക്കാനുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ n എത്രയാണ് തന്നിട്ടുള്ളത്? 25 തന്നിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. അപ്പോൾ അത് നേരെ എന്ത് ചെയ്യുക? ആ 25 ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ 25 ഇൻറ്റു, അതായത് ബ്രാക്കറ്റിൽ 25 + 1/2 എന്ന് വരും. ഓക്കെ, 25 + 1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 26 എന്ന് കിട്ടും. 25 × 26/2 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക? 2നെയും 26നെയും തമ്മിൽ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. അപ്പോൾ 2ൽ ഒരു പ്രാവശ്യം, 26ൽ 13 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 13 × 25 ചെയ്താൽ മതി. 10 × 25 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 250 കിട്ടും. 3 × 25 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 75 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 250 + 75 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 325 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഗുണിക്കാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞത്. അപ്പോൾ 25 × 13 ചെയ്തത്. അപ്പോൾ 10 ആദ്യം 10ഉം 3ഉം ആണ് 13 വരുന്നത്. എന്ത് ചെയ്യുക? 10നെ 25 കൊണ്ട് ഗുണിക്കുക, പിന്നെ 3നെ 25 കൊണ്ട് ഗുണിക്കുക. അത് ഗുണിക്കുക. അത് ഞാൻ സിമ്പിൾ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 325 ആണ്. ഇതല്ലാണ്ട് നമുക്ക് വേറൊരു മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. 25 × 26/2 എന്ന് പറഞ്ഞില്ലേ? 25നെയും 26നെയും തമ്മിൽ ഗുണിക്കുക. അതായത് 25 × 25 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 625 ആണ്. 625 + ഒരു 25 കൂട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 625 + 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 650 എന്ന് കിട്ടും. 650ൻ്റെ പകുതി എടുക്കുക. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ 650ൻ്റെ പകുതി എടുക്കുക. 650ൻ്റെ പകുതി എത്രയാണ്? 325. അപ്പോൾ ഈ മെത്തേഡിലൂടെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 325 ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ 25 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? 325 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2, 10, 26, 50 ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 74, 90, 82, 68 എന്നിങ്ങനെയാണ്. ശ്രേണി രീതിയാണ് തന്നിരിക്കുന്നത്. ശ്രേണി രീതി ആകുമ്പോൾ എന്താണ്? രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറച്ചിട്ട് അതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. അതങ്ങനെ കൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അതാണ് രണ്ടാമത്തെ സംഖ്യ 10 ആണ് തന്നിട്ടില്ലേ? 10ൽ നിന്ന് 2 കുറയ്ക്കുന്നു, ഒന്നാമത്തെ സംഖ്യ കുറയ്ക്കുന്നു. 10 - 2 ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. ഇനി അടുത്ത സംഖ്യ മൂന്നാം സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കുന്നു. 26 - 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. അടുത്ത സംഖ്യ ആണെങ്കിലോ 50 - 26 ചെയ്യുന്ന, അപ്പോൾ 24 എന്ന് കിട്ടും. ഇതെന്താ ചെയ്തിരിക്കുന്നത്? 8, 8, 8 കൂട്ടിപ്പോയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 24 കഴിഞ്ഞാൽ അടുത്ത 8 അതാണ് വരുന്നത്. അതെന്ത് ചെയ്യണം? അടുത്തതിൻ്റെ 8 കൂട്ടുക. 24 + 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 32 ആണ് അല്ലേ? അപ്പോൾ 50 എന്ന സംഖ്യേൻ്റെ കൂടെ എന്ത് ചെയ്യണം? 32 കൂട്ടണം. 50 + 32 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 82. ആൻസർ ഓപ്ഷൻ സി 82 ആണ് ആൻസറായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 888ൻ്റെ 12.5% എത്ര? 888ൻ്റെ 12.5% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 222, 111, 444 ഇവയൊന്നുമല്ല. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 12.5% കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 12.5% എന്ന് പറയുന്നത് 1/8 ആണ്. അതായത് 100ൻ്റെ 25% എന്ന് പറയുന്നത് 1/4 ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. അതായത് 4ൽ 1 ഭാഗമാണ് 25 എന്ന് പറയുന്നത് അല്ലേ? 25% എന്ന് പറയുന്നതാണ് 100ൻ്റെ 4ൽ 1 ഭാഗം എന്നാണ്. അതായത് 1/4 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 12.5% എന്ന് പറയുന്നത് എന്താണ്? 25ൻ്റെ പകുതിയല്ലേ? അപ്പോൾ 1/8 എന്ന് നമുക്ക് എഴുതാം. 100ൻ്റെ 12.5% എന്ന് പറയുന്നത് 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 1/8 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. 12.5% കണ്ടുപിടിക്കുന്നത് 1/8 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 888ൻ്റെ 1/8 കണ്ടുപിടിച്ചാൽ മതി. 888 × 1/8 ചെയ്താൽ മതി.
നമുക്ക് എന്ത് ചെയ്യാം, 8നെയും 8നെയും വെട്ടിച്ചെറുതാക്കാൻ പറ്റും അല്ലേ. 8ഉം 888 വെട്ടിച്ചെറുതാക്കാൻ പറ്റും, 111 കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്, 111. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 111. അടുത്ത പ്രോബ്ലം, ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പെടാത്ത ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിട്ടുള്ളത് 23, 19, 25, 17. ഇതിൽ 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, അതായത് അഭാജ്യ സംഖ്യയാണ്, വിഭജിക്കാൻ കഴിയാത്ത സംഖ്യയാണ് 23. അതുപോലെ 19 അഭാജ്യ സംഖ്യയാണ്. 25 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയുന്ന ഭാജ്യസംഖ്യയാണ്. 17 എന്താണ്, പ്രൈം നമ്പറാണ്. അപ്പോൾ ആൻസർ വരുന്നത് അതാണ്, ഓപ്ഷൻ സി ആണ്, 25 ഭാജ്യസംഖ്യയായി വരുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ തന്നിട്ടുള്ള എല്ലാം ബാക്കി 3 എന്താണ്, 23, 19, 17 എന്നിവയെല്ലാം തന്നിട്ടുള്ള അഭാജ്യ സംഖ്യയാണ്. 25 മാത്രമാണ് ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ അതിൻ്റെ വിസ്തീർണം എത്ര മടങ്ങാവും? ഓപ്ഷൻസ് 2, 4, 3, 1. ഒരു വൃത്തത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ അതിൻ്റെ വിസ്തീർണം എത്ര മടങ്ങാവും എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ളത്, πr² ആണ് അല്ലേ. 6 ആരം വരുന്നത്, അതിൻ്റെ വിസ്തീർണം എത്രയാണ് വരുന്നത്, πr² ആണ്. അപ്പോൾ അത് ഇരട്ടിക്കുകയാണെങ്കിൽ, ആരം ഇരട്ടിക്കുകയാണെങ്കിൽ എന്താണ്, 2r എന്ന് വരും അല്ലേ, 2r എന്ന് വരും. അത് എങ്ങനെ വിസ്തീർണത്തിൽ എങ്ങനെ വരും, π × 2r² എന്ന് വരും അല്ലേ, 2r² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ക്വയർ, 2 × 2 ചെയ്ത് 4 എന്ന് വരും അല്ലേ, π4r² എന്ന് വരും. ഓക്കെ, π4r² എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. 4 മടങ്ങാകാണ് അല്ലേ. 4r² എന്ന് പറയുമ്പോൾ എന്താണ്, 4 മടങ്ങാണ്. ആദ്യം ഒരു 6 ഉണ്ടായിരുന്നത്, ആരം 6 എന്ന് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇരട്ടിയാകുന്ന സമയത്ത്, ആരം വർദ്ധിക്കുന്ന സമയത്ത് എന്താകുന്നു, 4 മടങ്ങാണ് വിസ്തീർണം വർദ്ധിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 0.38 × 7.2 സമം 2.736 എങ്കിൽ 38 × 0.0072 എത്രയാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 273.6, 27.36, 0.2736, 2.736 എന്നിങ്ങനെയാണ്. ഇത് തന്നിരിക്കുന്നത് എന്താണ്, ദശാംശ സംഖ്യകളാണ് അല്ലേ. ദശാംശ സംഖ്യകൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത്, ഗുണിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദ്യത്തിൽ എത്ര ദശാംശമുണ്ടോ അത്രയും ദശാംശം തന്നെ ഉത്തരത്തിലും ഉണ്ടാകണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ എത്ര ദശാംശമുണ്ടോ അത്രയും ദശാംശം തന്നെ ആൻസറിലും ഉണ്ടാകണം. നമ്മുടെ പ്രോബ്ലത്തിൽ അവർ എക്സാമ്പിൾ തന്നത് വെച്ച് നോക്കാം. 0.38 × 7.2, അതിൽ 3 ദശാംശമാണ് വരുന്നത്. അതായത് 0.38, പോയിൻ്റ് കഴിഞ്ഞിട്ട് 38 രണ്ടെണ്ണം, 7.2 അതിൽ 1. അപ്പോൾ ആൻസറിൽ വന്നിട്ട് എന്താണ്, 3 സ്ഥാനമാണല്ലേ. 2.736 എന്ന് വന്നിട്ടുണ്ട്, 3 സ്ഥാനം. അങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, 38 × 0.0072 എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആൻസറിൽ എത്ര വരണം, 4 സ്ഥാനം വരണം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കിയാൽ മതി, 4 സ്ഥാനമുള്ളത് ഏതാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. 0.273 ആണ് വരുന്നത്, 4 സ്ഥാനമുള്ളത്. ആൻസർ ഓപ്ഷൻ സി. 2 ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് രണ്ടിലും എത്ര പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം സംഖ്യകളുണ്ടോ അത്രയും സ്ഥാനം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലും ഉണ്ടാകണം. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിലൊരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് എന്ന ഭാഗമാണ് നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.